വീട്ടിൽ വളരെ കുറവാണ് വരവ്. പലപ്പോഴും ഷൂട്ടിൻ്റെ യാത്രയൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ പെരുന്നാളിനും മാക്സിമം ഇതുപോലെ ഫാമിലീസ് എല്ലാവരും കൂടെ ഇപ്പം എല്ലാവരും ആൻറ്റിമാരും അങ്കിൾമാരും എല്ലാവരും വരുന്ന സമയത്ത് ഒരുമിച്ച് എത്താൻ നോക്കും. പിന്നെ ഇവിടെ ഉണ്ടാവുക ഇതാണ് എൻ്റെ വീടും ഞാൻ ക്രിക്കറ്റ് കളിച്ച് നടന്ന സ്ഥലമൊക്കെയാണ് ഇത്. അപ്പോൾ ഇവിടെ കുറേ മദ്രസയിലൊക്കെ കൂടെ ഓതിയവർ സ്കൂളിൽ പഠിച്ചവർ എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും കാണാൻ കിട്ടുന്നത് ഇങ്ങനെയുള്ളൊരു അവസരത്തിലാണ്. വീട്ടിൽ ഒരുപാട് പേര് ഉണ്ട്. എല്ലാ പെരുന്നാളിനും ഇവിടെയാണ് വരിക. എൻ്റെ ഉമ്മ ഉണ്ടായിരുന്നത് വീട്ടിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും വീട്ടിലേക്കാണ് എല്ലാവരും ആഘോഷത്തിനായിട്ട് എത്തുക. അപ്പോൾ ഞാനും മാക്സിമം വരാൻ പറ്റുന്ന സമയത്തെല്ലാം ഓടിയെത്താറുണ്ട്. താരമാകുന്നതിന് മുമ്പും തൊടുപുഴക്കാരനാണ്, താരമായി കഴിഞ്ഞ ശേഷം തൊടുപുഴക്കാരനാണ്. തൊടുപുഴയുടെ സ്നേഹം എങ്ങനെയാണ് നോക്കുന്നത്? തൊടുപുഴയുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ തൊടുപുഴയിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു സിനിമയിൽ അഭിനയിച്ചെന്നോ അങ്ങനെ ഒന്നും ഉള്ളൊരു തോന്നൽ പൊതുവെ അങ്ങനെ ഒരു തോന്നലില്ല. എങ്കിലും ഇവിടെ വരുമ്പോൾ എനിക്ക് എപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഏറ്റവും കൂടുതൽ ഓർമ്മകൾ ഞാൻ ഓടി നടന്ന സ്ഥലവും എൻ്റെ പ്രിയപ്പെട്ടവരും ഒക്കെ ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ അങ്ങനത്തെ ഒരു വ്യത്യാസമൊന്നും എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. ഇവിടുത്തെ ആളുകൾ എന്നോട് കാണുന്നതും സംസാരിക്കുന്നതും എല്ലാം അങ്ങനെ തന്നെയാണ്. പെരുന്നാൾ പ്രത്യേകത എന്താണ്? ഈ പ്രാവശ്യത്തെ നോമ്പ് കുറച്ച് കഠിനമായിരുന്നല്ലേ. കേരളത്തിൽ നമ്മൾ അനുഭവിച്ച ഏറ്റവും ചൂടുള്ള ദിവസങ്ങളായിരുന്നു ഇപ്പോൾ കഴിഞ്ഞു പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നോമ്പും എല്ലാവർക്കും കുറച്ച് കഠിനമായിരുന്നു. ഞാൻ ഷൂട്ടിലുമായിരുന്നു. ജിത്തു ജോസഫ് സാറിൻ്റെ മിറാഷ് എന്ന് പറഞ്ഞൊരു ഫിലിമായിരുന്നു ഷൂട്ട്. അതും പൊള്ളാച്ചിയായിരുന്നു ഷൂട്ട്. അപ്പോൾ കഴിഞ്ഞ് വന്ന് ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ബ്രേക്കാണ്. ഇനിയിപ്പോൾ പെരുന്നാൾ കഴിഞ്ഞ് ഒരു 5-6 ദിവസം കൂടെ കഴിഞ്ഞിട്ടേ ഷൂട്ടിന് ജോയിൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത് തന്നെ, പെരുന്നാൾ ആഘോഷിക്കുക, എല്ലാവരുമായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക, കഴിയുന്നത്ര സമയം വീട്ടിൽ സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് എല്ലാ ഹോളിഡേയ്സിൻ്റെയും ലക്ഷ്യം. മെസ്സേജ് എപ്പോഴും പറയാൻ അല്ലേ, നമ്മൾ എപ്പോഴും മലയാളികളെ പറ്റി പറയുന്നത് നമ്മൾ എല്ലാവരും ഒരുപോലെ കാണുന്ന, ഒരു ജാതിമത വ്യത്യാസം ഇല്ലാതെ ഒരുമിച്ച് എല്ലാം ആഘോഷിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. അതെപ്പോഴും അങ്ങനെ തന്നെ വരട്ടെ. ഇപ്പോൾ നമുക്കറിയാം ലേറ്റസ്റ്റ് ആയിട്ടുള്ള കോൺട്രവേഴ്സീസ് പലതും വരുമ്പോൾ പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. നമ്മൾ പോലും അറിയാത്ത പല കാര്യങ്ങളെയും പല രീതിയിൽ ആളുകൾ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും അല്ല നമ്മൾ ശീലിച്ചത്. നമുക്കെപ്പോഴും ഇപ്പോൾ പെരുന്നാളായാലും ക്രിസ്മസ് ആയാലും ഓണമായാലും എല്ലാം മലയാളികളുടെ ആഘോഷമായിട്ടാണ് നമുക്ക് ആഘോഷിച്ച് ശീലമുള്ളത്. ഇനിയും അത് അങ്ങനെ തന്നെ പോകണം. സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നതല്ല നമ്മുടെ ജീവിതം. നമ്മൾ പുറത്തിറങ്ങിയ ആളുകളായിട്ട് കാണുമ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷമാണ് ശരിക്കുള്ളത്. അപ്പോൾ അത് തന്നെ എപ്പോഴും സംഭവിക്കട്ടെ. ഇതോടൊപ്പം ഇപ്പോൾ നമ്മൾ പറഞ്ഞു സിനിമയെ കാണാത്തതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ട് അല്ലേ? ചില പുതിയ വിവാദങ്ങളൊക്കെ കണക്കൂട്ടി നോക്കുമ്പോൾ എനിക്ക് വിവാദങ്ങളോട് അഡ്രസ്സ് ചെയ്യാൻ താല്പര്യമില്ല. കാര്യം ഇതൊരു ചെറിയ പെരുന്നാളാണ്, വലിയ പെരുന്നാളല്ല, എന്നെ ബലി കൊടുക്കരുത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ സോഷ്യൽ മീഡിയയുടെ ഒരു അതിപ്രസരം എന്ന് പറയുമല്ലോ. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് നമ്മളൊരു വീട്ടിലിരുന്ന് അല്ലെങ്കിൽ നമ്മളൊരു കൂട്ടുകാരുടെ കൂടെ ഇരുന്ന് എഴുതി വിടുമ്പോൾ ഉണ്ടാകുന്ന വരായികളെക്കുറിച്ച് ചിന്തിക്കാതെ നമ്മൾ പറയുന്ന ചില അഭിപ്രായങ്ങൾ, ചില കൊമൻസ് ഒരുപാട് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും. അപ്പോൾ അതൊക്കെ നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സിനിമയായിട്ട് തന്നെ കാണുക. അതെപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്. അത് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം അതിൽ എഴുതി കാണിക്കാറുണ്ട് നമുക്ക് ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയിട്ട് ഇതിന് ബന്ധമില്ലെന്നും ഇത് സാങ്കല്പികമായിട്ടുള്ള കാര്യങ്ങളാണെന്നും എല്ലാം. അപ്പോൾ അതിനെ അങ്ങനെ തന്നെ കാണണം എന്നാണ് എൻ്റെ ആഗ്രഹം. അത് പല രീതിയിൽ ഫീൽ ചെയ്യുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവരുടെ എനിക്ക് അറിയില്ല. പക്ഷേ എൻ്റെ കാഴ്ചപ്പാട് തീർച്ചയായിട്ടും സിനിമയായിട്ട് കാണുക. ആ 3 മണിക്കൂർ അല്ലെങ്കിൽ ആ 2.5 മണിക്കൂർ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാത്രമായിട്ട് സിനിമയെ കാണുക. സിനിമയുടെ ഇൻഫ്ലുവൻസ് എത്രത്തോളം വേണമെന്ന് എന്ന് തീരുമാനിക്കാൻ പറ്റുന്നത് നമുക്കാണ്. അപ്പോൾ ആ തീരുമാനം നമ്മുടെ കൈകളിലായിരിക്കണം. അത് സിനിമയായാലും നമ്മുടെ ചുറ്റുപാടുകളായാലും നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയാണെന്ന് നമുക്ക് ചൂസ് ചെയ്യാം. ലാലേട്ടനോ ഞാനെന്നോ നിങ്ങളെന്നോ ആരുമില്ല. സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നൊരു ട്രെൻഡ് എന്താണ്? ഒരാളെ കുറ്റം പറയാൻ 5-6 പേര് തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ സ്ഥിരമായി കാണുന്നത്. അത് സോഷ്യൽ മീഡിയയുടെ ഒരു ട്രെൻഡാണ്. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് നേരിട്ട് അഭിപ്രായം പറയാൻ ധൈര്യമില്ലാത്ത ആളുകൾക്ക് എപ്പോഴും ചെയ്യുന്നത് ഒളിച്ചിരുന്ന് അഭിപ്രായങ്ങൾ പറയുക, ഒളിച്ചിരുന്ന് കല്ലെറിയുക എന്ന് പറയില്ല. അപ്പോൾ അതിൻ്റെ ഒരു വകഭേദമാണ് പല സമയത്തും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത്. അപ്പോൾ ആളുകളോട് പറയാനുള്ളതും അതാണ്, നമുക്ക് ആവശ്യമില്ലാത്ത വ്യാഖ്യാനങ്ങളിലേക്ക് കൊണ്ടുപോകാതിരിക്കുക. ഇപ്പോൾ സോഷ്യൽ മീഡിയ അറ്റാക്സൊക്കെ ഞാൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. സോഷ്യൽ മീഡിയ അറ്റാക്ക് എന്ന് പറയുന്നത് അതൊരു പ്രാവശ്യം അനുഭവിച്ച് കഴിഞ്ഞാലേ ആളുകൾക്ക് മനസ്സിലാവുള്ളൂ. നമ്മളെ ടാർഗറ്റ് ചെയ്ത് നമുക്ക് അറിയാവുന്നവരും അറിയാത്തവരുമായ ആളുകൾ കുറ്റം പറയുകയും മോശം പറയുകയും ചെയ്യുമ്പോൾ അവരുടെ ചുറ്റുമുള്ളവരും അവരെ ഇഷ്ടപ്പെടുന്നവരും ഒക്കെ ഉണ്ടാകുന്ന വിഷമം എന്താണെന്ന് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ
ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ അഭിപ്രായം പറയാതിരിക്കും. അതെനിക്ക് തോന്നുന്നത് ആ പർട്ടിക്കുലർ സിനിമയെ റിലേറ്റഡ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ വരുന്നത് കൊണ്ടായിരിക്കാം. ഇപ്പം സിനിമയെക്കുറിച്ചുള്ള സംസാരങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ സിനിമയുടെ പിന്നണി പ്രവർത്തകരാണ് ഇപ്പോൾ അഭിപ്രായങ്ങളായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇപ്പം നമ്മൾ എല്ലാവരും എന്താ ചെയ്യുക, ന്യായം എന്താണെന്ന് നമുക്ക് തോന്നുന്നത് ആരുടെ കൂടെയാണോ അവരുടെ കൂടെ നമ്മൾ നിൽക്കുമല്ലേ നമ്മൾ ശീലിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ തന്നെയായിരിക്കും നമ്മളുടെ ഇനിയുള്ള പ്രതികരണങ്ങളും എല്ലാ കാലത്തും പ്രതികരണങ്ങളും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.